ഹായ് ഓൾ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നും നമ്മൾ ഹെയർ ബോയ് ആണ് ചെയ്യുക. ഹെയർ ബോയിൽ നമ്മളൊരു ഫ്ലവർ വിത്ത് ടെഡി ബിയർ ആയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബേബീസിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരു 15 ഇയേഴ്സ് വരെയുള്ള ആൾക്കാർക്കെല്ലാം വെക്കാൻ പറ്റുന്ന ടൈപ്പിൽ നമുക്കിത് ബോയിൽ സെറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതന്നെ അലിഗേറ്റർ ക്ലിപ്പിലും സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് ചെയ്യാം. പിന്നെ ഇനിയും ഇത് വേണമെങ്കിൽ നമുക്ക് ഡ്രസ്സിലൊക്കെ ചെയ്യാം. നമുക്ക് ഡ്രസ്സിൽ തന്നെ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ബേബീസിനൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ക്യൂട്ടായിരിക്കും. അപ്പം ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് 2 എണ്ണം വേണം. അപ്പം ഞാൻ ഇപ്പോൾ ഒരെണ്ണം ഓൾറെഡി ചെയ്തിരിക്കുന്നതാണ്. ഇനി ഞാൻ ഒരെണ്ണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും മുന്നോട്ട് ആവശ്യമുണ്ട്. അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും ആവശ്യകരമായ കാര്യമാണ്. എന്നാലും നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ പുതിയ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെയും ചെയ്യാനുള്ളൊരു കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിലോട്ട് കിടക്കാം. ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളതെല്ലാം ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ റീക്യാപ്പ് ചെയ്ത് അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കണ്ട് അതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള ഈ ബോ ഉണ്ടാക്കാൻ പറ്റും. അപ്പം കൂടുതലായിട്ടൊന്നും വിശദീകരിച്ച് ഞാൻ സമയം കളയുന്നില്ല. നമുക്ക് ജസ്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഈ ബോയ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ: ഓർഗൻസ റിബൺ, പിങ്ക് കളർ ഓർഗൻസ റിബൺ, 1 ഇഞ്ചിൻ്റെ റിബൺ വേണം. ഒരു ഫെൽറ്റ് ഷീറ്റ് വേണം. പിന്നെ നമുക്ക് പ്ലെയിൻ ബോ വേണം. പിന്നെ നമുക്ക് ഗ്ലൂ ഗൺ വേണം. പിന്നെ മെഷറിംഗ് ടേപ്പ് വേണം. പിന്നെ നമുക്ക് നൂല് വേണം, തയ്ക്കാനുള്ള സ്റ്റിച്ച് ചെയ്യാനുള്ള നൂല്, നീഡിൽ. ഇത്രയും സാധനങ്ങളൊക്കെ നമുക്കതിനകത്ത് ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മൾ ഈ 1 ഇഞ്ചിൻ്റെ റിബണ് ഈ പ്ലെയിൻ ബോയിലോട്ട് ആ പിങ്ക് റിബണെ നമ്മൾ ചുറ്റിയെടുക്കുകയാണ്. നമ്മൾ യൂഷ്വലി നമ്മൾ ചുറ്റുന്ന പോലെ തന്നെ നല്ല നീറ്റായിട്ട് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തതിന് ശേഷം 1 ഇഞ്ചിൻ്റെ റിബൺ എടുത്ത് 16 cm 16 സെൻറ്റിമീറ്ററിൽ അതിനെ കട്ട് ചെയ്ത് 15 പീസസ് ആക്കണം. 16 cm 15 പീസസ് നമുക്ക് ഒരു ഫ്ലവർ പെറ്റൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു 16 cm എടുത്ത ഓർഗൻസ റിബണെ നമുക്കൊന്ന് വെട്ടിയെടുക്കണമെങ്കിൽ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ 2ആയിട്ട് മടക്കിയിട്ട് അതിനെ ഒരു സൈഡ് കോൺ വെച്ചിട്ട് ഒരു സൈഡിലൂടെ നമ്മൾ കട്ട് ചെയ്ത്, ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ 2 എൻഡും നമ്മളൊന്ന് മെഴുകുതിരി വെച്ചിട്ടൊന്ന് ചൂടാക്കുക. ഇല്ലെങ്കിൽ എന്താ വലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിന് വേണ്ടിയാണ് അത് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ മുറുക്കി. ഇവിടെ കാറ്റുള്ളതുകൊണ്ട് മെഴുകുതിരിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ചാഞ്ചാട്ടമുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇച്ചിരി ലൈറ്ററാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ ലൈറ്റർ കൊണ്ട് തന്നെ ചെയ്യണേ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ലൈറ്റർ അവൈലബിൾ അല്ല. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു സെറ്റ് ഉണ്ടാക്കി, ഒരു പെറ്റലിനുള്ളത് ഉണ്ടാക്കി. ഇനി നമുക്കിതിൻ്റെ അടുത്ത സൈഡ് അപ്പം ഇതും അതുപോലെ തന്നെയാണ്. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് 16 cm ഞാനൊന്ന് ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു സൈഡ്. അതിനെ നമ്മളൊന്ന് മേക്ക് ചെയ്തെടുക്കുകയാണ്. ഒന്ന് ബേൺ ചെയ്ത് സൈഡൊന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഒത്തിരി ഒന്നും പോകില്ല. ഓർഗൻസ ആണ്, അത് കരിഞ്ഞു പോകാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്ത് അതുപോലെ തന്നെ എന്നിട്ട് നമ്മളതിനെ ഒന്ന് ഉരുക്കിയെടുക്കും. ഇപ്പോൾ 2 സൈഡും നമുക്ക് ഉരുക്കിയെടുക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര പെറ്റൽസ് വേണമെന്ന് വെച്ചാൽ 15 പെറ്റൽസ് വേണം. അപ്പോൾ നമുക്ക് 15 പെറ്റൽസ് ഞാൻ ഓൾറെഡി വീഡിയോയ്ക്ക് വേണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി എടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ അതിനു വേണ്ടി ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ വെച്ചിട്ടാണ് ഇത് 15 എണ്ണം ഉണ്ട്. ഈ 15 എണ്ണം വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം, ആദ്യത്തെ ഫ്ലവർ പെറ്റൽ നമുക്ക് 3 എണ്ണം ആവശ്യമുണ്ട്. അത് നമ്മൾ മാറ്റി വെക്കണം. ഓക്കെ, ഇവിടെ ചെറിയ കാറ്റിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 5 എണ്ണം. പക്ഷേ 5 എണ്ണം. അപ്പോൾ 5 എണ്ണം നമ്മൾ മാറ്റി. ചിലതൊക്കെ ഉരുകി ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 7 എണ്ണത്തിൻ്റെ പെറ്റൽസാണ്.
7 പെറ്റൽസ്. അപ്പോൾ നമ്മളിതെല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. റിബൺ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെറ്റ് 3 എണ്ണമാണ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മളിതിൻ്റെ താഴെ ഒരു സൈഡിൽ നമ്മൾ തുടങ്ങി സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ട് മേളിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അതിൻ്റെ മേൽഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതെല്ലാം റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് പതുക്കെ ശ്രദ്ധിച്ച് ചെറിയ റണ്ണിങ് സ്റ്റിച്ച് നോട്ട് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യുക. ഓക്കെ, മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പെതുക്കെ ചെയ്യണം. ഇത്തിരി സമയമെടുത്ത് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ സൈഡും കൂടെ നമ്മൾ ഇതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് പെതുക്കെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ, സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത്തിരി ക്ഷമ വേണം, ഇത്തിരി ക്ഷമിച്ച് വേണം നമ്മളിത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലെ ഒരെണ്ണം കിട്ടും. ഇനി നമ്മൾ അടുത്തതും കൂടെ സ്റ്റിച്ച് ചെയ്യണം. അതും ഇതുപോലെ തന്നെ നമ്മൾ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മുകൾ ഭാഗവും പിന്നെ അടുത്തതിൻ്റെ മുകൾ ഭാഗവും ചെയ്ത് ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ എടുത്ത് ആദ്യത്തെ 3 പെറ്റൽസാണ് ആദ്യത്തെ നമ്മുടെ ലെയർ. അപ്പോൾ അതാദ്യം ഫിനിഷ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ലെയറിലോട്ട് നമുക്ക് പോവാൻ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തൊന്ന് കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും ഇതിനെക്കുറിച്ച്. അപ്പം പെതുക്കെ ചെയ്യുന്നത് ഒരിത്തിരി സമയം എടുത്ത് ഇത്തിരി സമാധാനത്തിൽ നമുക്കിത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്തതും എടുത്തു. ഇനി മൂന്നാമത്തെ ഫ്ലവറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വിട്ടു പോകുന്നുണ്ട്, അതിനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അത് ഓർഗൻസ് കാരണം നമുക്ക് അധികം ഒന്നും ഇതിനകത്ത് നമുക്കൊന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാരണം എന്നാണെന്നറിയാമോ, അതിങ്ങനെ ഒത്തിരി അങ്ങ് ബേണായി കയറാകത്തോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് പോകും. അതുകൊണ്ട് നമുക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചെറിയ ലെയേഴ്സ് എടുത്തിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലതായിട്ടുള്ളത്. അപ്പം സ്റ്റിച്ചിങ്ങൊക്കെ അറിയാവുന്നവർക്ക് റണ്ണിങ് സ്റ്റിച്ച് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല, എന്നാലും ചെറിയ പരിപാടികളൊക്കെ നമ്മൾ നോക്കും. ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളും ട്രൈ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നുമില്ല. നമ്മൾ പെതുക്കെ നമ്മൾ പഠിച്ച് വരുന്നതാണ്. അപ്പം ഞാനും ഇതൊക്കെ കണ്ട് ഓരോരുത്തർക്ക് കണ്ടിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. കുഞ്ഞുമക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്കും കൂടെ ഞാനിത് ഷെയർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്താ പറയുക, ഇപ്പം നമ്മളൊരു ഫ്ലവറായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 3 ലെയേഴ്സ് നമുക്ക് കിട്ടി അല്ലേ, 3 ലെയേഴ്സ് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ ഒരു എൻഡും റണ്ണിങ് സ്റ്റിച്ച് അല്ലേ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് സുഖമാണ്. ഈ ഒരു എൻഡും ഇപ്പുറത്തെ ഒരു എൻഡും കൂടെ നമ്മൾ എന്താ പറയേണ്ടത് ചേർത്ത് നമ്മൾക്കതിനെ ഒന്ന് ടൈ ചെയ്തെടുക്കണം. ഓക്കെ, ഫൈൻ. നമുക്ക് ടൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ഒന്ന് ഇവിടെ ചെറിയ കെട്ടൊക്കെ വീണിട്ടുണ്ട്. ഓക്കെ, നോക്കട്ടെ പറ്റുന്നുണ്ടോ. അപ്പം നമുക്ക് ഇങ്ങനൊരു ലെയർ കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ വലിച്ച് നമ്മൾ മാക്സിമം ടൈറ്റ് ആക്കുന്ന അത്രയും ടൈറ്റിൽ കെട്ടണം. കാരണം ഇത് ഫസ്റ്റ് ലെയറാണ്. അപ്പം നമുക്ക് മാക്സിമം ടൈറ്റ് ആക്കുന്ന പോലെ കെട്ടാൻ പറ്റുന്ന അത്രയും നമ്മളതിനെ ടൈറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, കാരണം നമുക്കിനി ഇത്തിരി ഗ്യാപ്പൊക്കെ വന്നെന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ, ഇതിന് നടുക്ക് നമുക്കിനി ഓൾറെഡി എന്താ പറയേണ്ടത് ടെഡി ബിയറിനെയൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല, കെട്ടിയാൽ മതി. മാക്സിമം ടൈറ്റ് ചെയ്ത് നമ്മളിതിനെ ഇങ്ങനെ കെട്ടിയെടുക്കും. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഒരു കെട്ട് രണ്ടോ മൂന്നോ കെട്ട് നമുക്കിതിനെ ശരിയാക്കി എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുപോലൊരു ഫ്ലവർ ചെയ്ത് കിട്ടിയല്ലോ, കണ്ടോ. ഇതുപോലൊരു ഫ്ലവർ കിട്ടി നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് അടുത്ത സെറ്റാണ് ഞാൻ ചെയ്യാനുള്ളത്. അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് അടുത്ത 5 എണ്ണത്തിൻ്റെയാണ് എടുക്കേണ്ടത്. 5 എണ്ണത്തിൻ്റെ ലെയറിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, പെതുക്കെ
നിങ്ങൾ കണ്ട് ബോറടിക്കുകയായിരിക്കും, എന്നാലും കുഴപ്പമില്ല. നിങ്ങളൊന്ന് കണ്ട് ഒരു തവണ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. നമ്മൾ കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യേണ്ടവർക്കൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് ബിസിനസ്സായിട്ട് ചെയ്യാം. അപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് നമുക്ക് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെയിലൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് യൂട്യൂബിൽ ഞാൻ ഓരോ ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സെയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയല്ല നമുക്കിത് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ട് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ അതിനും അത് നല്ലതാണ്. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട. ഒരു റിബൺ ഒരു ഓർഗൻസ റിബൺ മീറ്ററിന് നമുക്ക് മേടിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ ഫുള്ളായിട്ട് മേടിക്കുന്നത് 120 രൂപയേ ഉള്ളൂ. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ മേടിക്കുവാണെങ്കിൽ വെറൈറ്റീസൊക്കെ ആയിട്ട് നമുക്ക് തന്നെ ട്രൈ ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരെണ്ണം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ 5 എണ്ണം ചെയ്യണം. അതെ, 5 എണ്ണം നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമ്മൾ ചെയ്യണം. അപ്പം അതെല്ലാം ഞാൻ കാണിച്ച എന്താണെന്നറിയാമോ കുഴപ്പം, വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോൾ. അപ്പം ഞാൻ 5 എണ്ണം എടുത്തിട്ട് ടൈ ചെയ്യുന്ന സമയത്ത് 5 എണ്ണം ചെയ്തിട്ട് ടൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ? അപ്പോൾ ഞാനതിനെ മൊത്തം റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനതിനെ എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി ഞാൻ അടുപ്പിച്ചൊന്ന് അടുത്ത പെറ്റലായിട്ട് ലെയർ ആകണ്ടേ. അപ്പം നമുക്കിനി അതിനെ ഒന്ന് വലിച്ച് കെട്ടണം. ഓക്കെ, ടൈറ്റാക്കി കെട്ടണം കേട്ടോ. എന്നാൽ നമുക്കത് ഒരു ഭംഗിയിൽ കിട്ടത്തുള്ളൂ. പെറ്റൽസിൻ്റെ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇടുമ്പോൾ ഇച്ചിരി വലിച്ച് കയറ്റിയിട്ട് നമുക്കതിനെ നോർത്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്ത് ഓക്കെ ഒരു കെട്ട് കൊടുക്കണം. അപ്പോൾ ഇത് 5 പെറ്റൽസിൻ്റെയാണ് നമ്മൾ ചെയ്ത് തരാം. ഇനി നമുക്ക് അടുത്തത് ഇത് 7 എണ്ണത്തിൻ്റെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത്തിരി അങ്ങോട്ട് വലിക്കേണ്ട, കാരണം ഇത്തിരി വലിയ ലെയറാണല്ലോ നമുക്ക് വേണ്ട. അപ്പോൾ അതിൻ്റെ പെറ്റൽസ് ഒത്തിരി ഒത്തിരി അടങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ഒരു നല്ലൊരു ഫ്ലവർ കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒത്തിരി അങ്ങോട്ട് വലിക്കാതെ അതിനെ ഇത്തിരിയും കൂടെ ലൂസാക്കി ടൈ ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ കെട്ടിയിട്ട് ടൈറ്റായി ലൂസായി പോയി. ഒരു മിനിറ്റ്, ഒന്നും കൂടെ ഇതിനെ ചെറിയും കൂടെ നമുക്കതിനെ സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇത്തിരി മെനക്കെട്ടാണ്. ഇത്തിരി ട്രൈ ചെയ്തെടുത്താൽ നമ്മൾ ഇത്തിരി മെനക്കെട്ട നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പം ഒട്ടും ലൂസാവാതെ അതിനെ ഒന്ന് ടൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് അതിനെ ടൈറ്റ് ചെയ്യാവോ ആ രീതിയിൽ നിങ്ങൾ ടൈറ്റ് ചെയ്തു. എനിക്ക് എൻ്റെ കൈ കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ ചെയ്യാൻ. എന്നാൽ പോലും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി വലിയ ലെയറാക്കി കിട്ടി നമുക്ക്. ഇത്തിരി വലിയ ലെയർ നമുക്കിതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അകത്തേക്ക് കൊടുക്കണം കേട്ടോ. കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വലിയ ഫ്ലവറിൻ്റെ ഒരു ലെയർ കിട്ടി. സോ അത്രയും മതി. നമുക്ക് 3 ലെയേഴ്സായി. നമുക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ ആവശ്യമുണ്ട്. ഗ്ലൂ ഗണ്ണൊക്കെ ഓണാക്കിയിട്ടിട്ട് നമുക്കൊരു ക്യാൻവാസ് ഷീറ്റോ അതോ ഫെൽറ്റ് ഷീറ്റോ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതെടുക്കുക. ഓക്കെ, അതിന് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. റൗണ്ട് ഷേപ്പിൽ നമുക്കുള്ള ആവശ്യമുണ്ട്. നിങ്ങൾ റൗണ്ട് ഷേപ്പ് വെട്ടിയെടുക്കുക, വരച്ചിട്ട് വെട്ടിയെടുക്കുമോ എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ റൗണ്ട് ഷേപ്പിലെടുത്ത് ഒരു ക്യാൻവാസ് ഷീറ്റ് നമുക്ക് റൗണ്ട് ഷേപ്പിലായാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. സോ ഞാനിതിനെ കൈകൊണ്ട് തന്നെ റൗണ്ട് ആക്കാനൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടക്കുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനതിനെ വെട്ടിയെടുക്കുന്നു. റൗണ്ടൊന്നും കിട്ടിയില്ലെങ്കിൽ ഏകദേശം ഒരു ഓവൽ ഷേപ്പൊക്കെ കിട്ടും. നിങ്ങൾക്ക് വേണേൽ റൗണ്ടിലൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ റൗണ്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒരു പാടപ്പൊക്കെ വെച്ച് മെഷർ ചെയ്ത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ ചെയ്ത് നമുക്ക് ഇപ്പോൾ റൗണ്ടൊന്നും ആയിട്ടില്ല, ആയ ഷേപ്പിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനൊരു ഷേപ്പിലെടുത്തു. ഇനി നമുക്ക് ഫ്ലവറിനെ ഒട്ടിക്കാം. ഓക്കെ, ഫിക്സ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ലെയർ 7 പെറ്റലിൻ്റെയാണ് നമ്മൾ ഫസ്റ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. 7 പെറ്റലിൻ്റെ. ഓക്കെ, ഗ്ലൂ ഗൺ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചേക്കുവാണ്. നമുക്ക് ഇതിനൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. ആദ്യം ഗ്ലൂ പുരട്ടിയിട്ട് ഫിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പെറ്റലിലോട്ട് തന്നെ ആക്കിയിട്ട് ഫിക്സ് ചെയ്യാം. എങ്ങനെയായാലും ഓക്കെയാണ്. എന്തായാലും അതവിടെ ഫിക്സ് ചെയ്തിരുന്നാൽ മാത്രം മതി നമുക്ക്.
ഓക്കെ. സോ ഞാൻ ആദ്യം തന്നെ ക്യാൻവാസിലോട്ടങ്ങ് ഗമ്മിട്ടപ്പം അത് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം ഏതാണോ, അതിന് എങ്ങനെയാണോ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ അതിനെ ഫിക്സ് ചെയ്തെടുക്കാം. ഹാപ്പി. ഗ്ലൂ ഗണ്ണൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി ശ്രദ്ധിക്കണം കേട്ടോ. ഗ്ലൂ ഗണ്ണ് ഇപ്പം പെട്ടെന്നൊന്നും ഒട്ടുന്നില്ല, വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് D70 7000 ഒക്കെ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താലും മതി കേട്ടോ. ഞാനിത് ഇത്തിരി ടൈം എടുത്ത് ഒട്ടിക്കാൻ, അതുകൊണ്ടാണ് ഇത് വിട്ടുപോയത്. കുഴപ്പമില്ല, നമുക്കൊന്നും കൂടെ ഫിക്സ് ചെയ്യാൻ സമയമുണ്ടല്ലോ. നമ്മളതിനൊന്നും കൂടെ ഫിക്സ് ചെയ്ത് സെറ്റാക്കി ഇനി അത് ഇളകത്തില്ല. ഓക്കെ, അതുപോലെ നമ്മളതിനെ ഫിക്സ് ചെയ്തു. മേലത്തെ ലെയേഴ്സിലൊന്നും ആകരുത്, അത് അതിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന രീതി മാത്രമേ ചെയ്യാവുള്ളൂ. എങ്കിൽ പിന്നെ അതിന് ഭംഗി പോകും കേട്ടോ. നമ്മുടെ ഈ പെറ്റൽസിലൊന്നും ആവാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അടുത്ത നമ്മൾ ഇതിലോട്ട് കുറച്ച് ഗമ്മ അപ്ലൈ ചെയ്യുക. കാരണം നമുക്ക് സെക്കൻഡ് ലെയർ വെക്കണ്ടേ. സെക്കൻഡ് ലെയർ വെച്ചിട്ട്, സെക്കൻഡ് ലെയർ എത്രൻ്റെയാണ്? 5 പെറ്റൽസിൻ്റെ. അത് നമ്മൾ ഇതിനകത്തോട്ട് വെച്ചു. 5 പെറ്റൽസിൻ്റെ ലെയറാണ് അടുത്ത് നമ്മൾ വെച്ചത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്തേക്കാം. ഇനി നമുക്കുള്ളത് തേർഡ് ലെയറാണ്. തേർഡ് ലെയർ നമ്മൾ എത്ര പെറ്റൽസ്? 3 പെറ്റൽസിൻ്റെയാണ്. അതും നമുക്ക് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. 3 പെറ്റൽസ്. എന്നിട്ട് നമ്മളിതിനൊന്ന് താഴെ വരുന്ന സെക്കൻഡ് ലെയേഴ്സിനെയൊക്കെ ഒന്ന് വലിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ ആ ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് സെറ്റായിട്ട് വരത്തുള്ളൂ. ഫ്ലവറിൻ്റെ രൂപത്തിൽ അതിനൊന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പെറ്റൽസിനെയൊക്കെ ഒന്ന് അകത്തി ഒന്ന് വലുതാക്കി ഒന്ന് സെറ്റ് ചെയ്തൊക്കെ കൊടുക്കുക. നമ്മുടെ ഒരു ഫ്ലവർ ഇരിക്കുന്ന പോലെ ഷേപ്പിൽ വരണമല്ലോ. സോ അതിന് വേണ്ടി കേട്ടോ. ഇനി നമുക്ക് അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു സൗണ്ടൊക്കെ കേൾക്കാം. അത് അപ്പുറത്തൊരു മരം കിട്ടുന്നതിന് സൗണ്ടാണ്, അതൊന്നും അഡ്ജസ്റ്റ് ചെയ്തേക്കാം. അപ്പം നമുക്ക് എന്തായാലും വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞാൽ അവരോട് മിണ്ടാതിരിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളൊരു ഒരു ക്യൂട്ട് ടെഡി ബിയർ എടുത്തിട്ടുണ്ട്. ആ ടെഡി ബിയർ കൂടി നമ്മളിതിൻ്റെ സെൻട്രലിലേക്ക്, ഇപ്പോൾ ടെഡി ബിയർ തന്നെ വെക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻട്രൽ സ്റ്റോൺ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സെൻട്രൽ സ്റ്റോണൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സെറ്റ് ചെയ്യും. എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യും. കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് ഞാനതൊരു ഫ്ലവറായാലും ഒരു ബോയിലോട്ടാക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഞാൻ ടെഡി ബിയറിന് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു, അതുകൊണ്ട് ഞാനത് സെറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമുക്ക് കണ്ടോ ഒരു ക്യൂട്ട് ഫ്ലവർ കിട്ടി. നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് ലെയേഴ്സ് ആക്കിയിട്ട് ഇതിനെയൊക്കെ ഒന്നങ്ങനെ വിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ഒരു ഫ്ലവർ ഷേപ്പൊക്കെ ഉണ്ടാക്കും. ഈ സൗണ്ട് കേട്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കും കേട്ടോ. ഈ സൗണ്ടൊക്കെ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ പണികളുടെയാണ്, അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് നിങ്ങൾക്കൊരു സൗണ്ട് ഒത്തിരിയാണെന്നറിയാം, എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടേക്കാം. ഇനി നമുക്കിതിനെ ഒട്ടിക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ക്യാൻവാസ് ഇതിലുള്ളതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഞാനിപ്പം ഇതിനെ ഫ്ലവറിൽ ഒരു സൈഡിലായിട്ടാണ് എനിക്കെപ്പോഴും ഇത് ബോയിൽ ഒരു സൈഡിലിരിക്കുന്നതാണ് ഇഷ്ടം. ടെഡി ബിയേഴ്സ് ആയാലും എന്തായാലും ഒരു സൈഡ്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കുഴപ്പം നമുക്ക് ബാക്ക് സൈഡിൽ കൂടെ ഒരു ഷീറ്റ് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ബാക്ക് സൈഡിൽ തൽക്കാലം നമുക്ക് ഇത് വെച്ചിട്ട് ഒരു സെറ്റ് കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് ഞാനിപ്പം ഇത് നമ്മളിതിനെ ബാക്കിലും കൂടെ സെറ്റ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഗം ഇവിടെ അപ്ലൈ ചെയ്യണം. കുറച്ചേറെ ഗം ഇട്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എത്ര വേണേലും ഇട്ടിട്ട് നമുക്ക് അത്രത്തോളം ഇത് ഒട്ടും. അപ്പോൾ ഇതിന് ഇളകി പോകത്തില്ല. നമുക്കിപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഏറ്റവും നന്നായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് വെക്കും. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അതിനെയും കൂടെ ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫെൽറ്റ് ഷീറ്റാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഫെൽറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. എങ്ങനെ വേണേലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. നമ്മുടെ രീതി എന്ന് വെച്ചാൽ അത് ഒട്ടിയിരിക്കുക, വൃത്തിയായിട്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്യാൻവാസ് ഷീറ്റാണ് എൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നത്. ഞാൻ ക്യാൻവാസ് ഷീറ്റ് ഇട്ടിട്ട് അതിനെയും കൂടെ സെറ്റ് ചെയ്തു. നോക്കിക്കേ, 2 അടിപൊളി ഫ്ലവർ ടെഡി ബിയർ വെച്ച് നല്ല അടിപൊളി 2 ഫ്ലവർ സെറ്റ് ചെയ്ത് നമ്മൾ നല്ല അടിപൊളി ഒരു ബോ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തു. കുറച്ച് സമയം മതി. അതൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ആയതുകൊണ്ട് അതും എളുപ്പമാണ്. അത്രയും സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഇത് വേണം. നിങ്ങൾക്ക് ഇനിയും ഇങ്ങനെ ഫുള്ളായിട്ട് വേണമെങ്കിലും ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഐഡിയ കാണിച്ചു തന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ യൂസ് ചെയ്ത് ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. എളുപ്പമാണ്, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.